ത്തിന്റെ സുഹൃത്താക്കി മാറ്റി. നാസയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള മലയാളി ഇന്ന് ഗഫൂറാണ്. കഴിഞ്ഞ 18 വർഷമായി അബ്ദുൽ ഗഫൂർ നാസയുടെ സുഹൃത്താണ്. ദിവസവും 2 ഇമെയിൽ സന്ദേശമെങ്കിലും നാസയിൽ നിന്ന് ഗഫൂറിന്റെ മെയിൽ ബോക്സിലെത്തും. നാസയുടെ നൂതന ഗവേഷണങ്ങൾ, പരീക്ഷണ വിജയങ്ങൾ തുടങ്ങിയവയെ പറ്റിയൊക്കെയാവും ഇത്. ചാന്ദ്ര ഗവേഷണ താല്പര്യമാണ് നാസയുമായി ബന്ധപ്പെടാൻ അയാൾക്ക് പ്രേരണയായത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുമ്പോൾ ഗഫൂർ 10ൽ പഠിക്കുകയാണ്. അന്ന് തുടങ്ങിയ കമ്പം നാസയുടെ മീഡിയ റിസോഴ്സ് സെന്ററിൽ അംഗത്വമെടുക്കാൻ പ്രേരിപ്പിച്ചു. 1991 ഞാൻ സ്കൂളിൽ അധ്യാപകനായത്. ആ വർഷം തന്നെ ഞാൻ നാസയിലെ മീഡിയ റിസോഴ്സ് സെന്ററിൽ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ എനിക്ക് ആ വർഷം തന്നെ മെമ്പർഷിപ്പ് തന്നു. അതിന് മൊത്തം നാസ എനിക്കൊരു 326 മണിക്കൂർ വീഡിയോ, അപ്പോളോ പ്രോഗ്രാമിനെ പറ്റിയുള്ള വീഡിയോകളും 10,000കണക്കിന് ചിത്രങ്ങൾ, ഒരുപാട് CD-കൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവർ നാസ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോളോ പദ്ധതിയെ പറ്റിയുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന പാറക്കഷണം നാസ ലോകത്തെ പ്രശസ്ത മ്യൂസിയങ്ങളിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ചെറിയ പങ്ക് ഗഫൂറിനും കിട്ടി. 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള സൗഹൃദത്തിന് കിട്ടിയ വലിയ അംഗീകാരമായി ഗഫൂർ ഇതിനെ കണക്കാക്കുന്നു. ചാന്ദ്ര പരിവേഷണത്തിന്റെ വീഡിയോ ചിത്രങ്ങൾ, CD-കൾ, ബഹിരാകാശ യാത്ര ചിത്രീകരിക്കുന്ന വീഡിയോ കാസറ്റുകൾ, നീലാംസ്ട്രോങ്ങിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ തുടങ്ങി വിപുലമായൊരു ശേഖരവും ഇന്ന് മലപ്പുറത്തെ ഗഫൂർ നിവാസിലുണ്ട്. സ്കൂൾ അധ്യാപകന്റെ ചെറിയ വരുമാനമെന്ന പരിമിതിയൊന്നും ഇത്തരം ഉദ്യമങ്ങളിൽ നിന്ന് അയാളെ അകറ്റുന്നില്ല. മലപ്പുറത്തെ പറ്റി കേട്ടറിഞ്ഞ നാസയിലെ റിസോഴ്സ് സെന്റർ ഡയറക്ടർ മാർട്ടിൻ റസക് ഈ ശേഖരത്തിലേക്ക് അയച്ചു കൊടുത്തത് ബഹിരാകാശത്തു നിന്ന് എടുത്ത മലപ്പുറത്തിന്റെ ചിത്രമായിരുന്നു. നാസയിലെ പരീക്ഷണങ്ങൾ നേരിട്ട് കാണാൻ അവസരം തേടി കാത്തിരിക്കുകയാണ് ഈ UP സ്കൂൾ അധ്യാപകൻ. ഫസ്ലു റഹ്മാൻ, ഇന്ത്യ വിഷൻ, മലപ്പുറം. ഇനി ഇടവേളയ്ക്ക് ശേഷം